കേരളത്തിലെങ്ങും മഴ കനക്കുകയാണ്. പല ഡാമുകളും തുറന്നു വിട്ടിട്ടുണ്ട്. ഇതാ ഭാരതപ്പുഴ കവിഞ്ഞൊഴുകുകയാണ്. വല്ലപ്പോഴുമൊക്കെയാണ് ഭാരതപ്പുഴയിൽ ഇത്രത്തോളം വെള്ളം കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള സ്വർഗത്തിൽ പോകാൻ ഇടയായി. സ്വർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണതെന്ന്. അതെ, ഇതൊരു സ്വർഗമാണ്. ഈവനിങ് പാരഡൈസ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഷൊർണൂറിന് അടുത്ത് ത്രങ്ങാലി റോട്ടിൽ കവളൈപ്പാറയ്ക്കടുത്താണ് ഈ ഒരു ഈവനിങ് പാരഡൈസ് ഉള്ളത്. ഈവനിങ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഹോമാണ്. മക്കളെയൊക്കെ വളർത്തി പ്രായമായി ജോലിയിൽ നിന്നെല്ലാം റിട്ടയർഡായി സ്വസ്ഥമായി സുഖമായി ഒന്ന് മയങ്ങാൻ അല്ലെങ്കിൽ ജീവിതം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിട്ടയറിംഗ് ഹോമാണ് ഈ പറഞ്ഞ ഈവനിങ് പാരഡൈസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈവനിങ് പാരഡൈസിലാണ്. ഏകദേശം 30ഓളം യൂണിറ്റുകളാണുള്ളത്. എല്ലാം 1 BHK റൂമുകളാണ്. വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ജീവിത സായാഹ്നത്തിൽ അവരുടെ ജീവിതം വളരെ സ്വസ്ഥമായും ശാന്തമായും സ്നേഹത്തോടുകൂടി ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരിടമാണിത്. അവർക്ക് നടക്കാനും സൊറ പറഞ്ഞിരിക്കാനും അവരുടേതായ കാര്യങ്ങൾ നിറവേറ്റാനുമുള്ള നല്ലൊരു സ്ഥലം. എൻ്റെ പേര് AVU മേനൻ എന്നാണ്. ഞാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എക്സിക്യൂട്ടീവ് കാഡറിലായിരുന്നു. അതിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ പടിഞ്ഞാറങ്ങാടി എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 10-20 കൊല്ലം അവിടെ താമസിച്ചു. അവിടെ നല്ല 4 ബെഡ്റൂമുള്ള നല്ല വലിയ വീടൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ സഹായത്തിനൊന്നും ആളെ കിട്ടാൻ വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനത്തെ ഒരു സംവിധാനം നോക്കി നടന്നു വരുന്നു. അവസാനം ഈ ഈവനിങ് പാരഡൈസ് എന്നുള്ള അവരുടെ ഇത് വിവരം കിട്ടി. ഇവിടെ വന്നു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ഒരു കോട്ടേജ് ഞാൻ ബുക്ക് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിട്ടിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 1.5 കൊല്ലമായിട്ട് ഇവിടെ താമസമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം വളരെയധികം സന്തോഷമുണ്ട്. ആൾക്കാരുമായിട്ട് നല്ല പൊസിഷനിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദമാണ്. ഇതുണ്ട്. സംസാരിക്കാനും വൈകുന്നേരം നടക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ നല്ല ഭക്ഷണം അവർ സെർവ് ചെയ്യുന്നു. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ വളരെ നല്ല കോഓപ്പറേറ്റീവാണ്. എല്ലാവരും വളരെ എന്ത് പ്രശ്നം പറഞ്ഞാലും ഉടനെ അവർ അറ്റൻഡ് ചെയ്യും. വളരെ സൗഹാർദ്ദ ആണ് ഉള്ള സിറ്റുവേഷനാണ് ഇവിടെ. അവിടെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടത് മേനോൻ സാറിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ബാങ്കിങ് മേഖലയിൽ നിന്ന് സീനിയറായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയോടൊപ്പം ഈ ഒരു ഈവനിങ് പാരഡൈസിൽ സ്വസ്ഥമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ നിരവധി വ്യക്തികൾ പല പൊസിഷനിലുള്ള പല വ്യക്തികൾ റിട്ടയർമെൻറ്റിന് ശേഷം ഈ ഒരു ഈവനിങ് പാരഡൈസാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ശിഷ്ടകാലം ജീവിച്ചു തീർക്കാനായിട്ട്. നമുക്ക് ഈവനിങ് പാരഡൈസിലെ ഒരു കോട്ടേജിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്രത്തോളം സൗകര്യങ്ങളാണ് ആ ഒരു കോട്ടേജിലുള്ളത് എന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഒരു ഹാളാണ്. ആ ഹാളിൽ തന്നെ നിരവധി ഫർണിച്ചറുകളുണ്ട്. ഗസ്റ്റുകൾക്കൊക്കെ വന്നാൽ ഇരിക്കാനായിട്ടുള്ള നല്ല അടിപൊളി നല്ല ഫർണിച്ചറുകളുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഡൈനിങ് ടേബിളുണ്ട്. കണ്ട, ചില്ലിട്ടേക്കണ നല്ലൊരു ഡൈനിങ് ടേബിൾ. അതുപോലെ നല്ലൊരു സോഫ. അതിനോട് കൂടെ ചേർന്നിട്ട് നല്ലൊരു ഓപ്പൺ കിച്ചണുണ്ട്. ചെറിയൊരു ഓപ്പൺ കിച്ചണാണ്. അത്യാവശ്യത്തിന് ചായ ഉണ്ടാക്കാം, ചൂടുവെള്ളം ഉണ്ടാക്കാം, അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പൺ കിച്ചൺ. അതുപോലെ തന്നെ ഒരു 1 BHK ഒരു കോട്ടേജാണ് ഈ കാണുന്നത്. ആ 1 BHK കോട്ടേജിൽ 2 പേർക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള കിങ് സൈസ് ബെഡും അതുപോലെ തന്നെ കട്ടിലും എല്ലാം ഉണ്ട്. കട്ടിലിനടിയിലായിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അളമാരയുണ്ട്. അതുപോലെ മുകളിലായിട്ടും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ, ഒരു നല്ലൊരു റൂമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ നമുക്ക് നമ്മുടെ മുടി ചെയ്യാനും നമ്മുടെ സൗന്ദര്യം നോക്കാനും പറ്റുന്ന നല്ലൊരു കണ്ണടി, AC, ഫാൻ, അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് ഉപയോഗിക്കാവുന്ന ഐറ്റംസ്. ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ
ഒരു ടോയ്ലറ്റ്, നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്, വലിയൊരു ടോയ്ലറ്റാണ്. നമുക്ക് ആമ്പിളായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, നന്നായിട്ട് കുളിക്കാനായിട്ടും നമ്മുടെ ശരീരഭാഗങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റികളുള്ള നല്ലൊരു ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ കോട്ടേജിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ് ഇപ്പോൾ കാണുന്നത്. ആ കിച്ചണിൽ നമുക്ക് ഫ്രിഡ്ജുണ്ട്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുണ്ട്. അങ്ങനെ ഒരുപാട് കിച്ചൺ ഐറ്റംസ് നമുക്ക് അവിടെ തന്നെ തരുന്നുണ്ട്. നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ടും കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റിയ എല്ലാ സിറ്റുവേഷനും ഉണ്ട്. അതുപോലെ ഇവിടെ കോമൺ ആയിട്ടുള്ള കിച്ചണുണ്ട്, അവിടെയാണ് നമ്മൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണിച്ചത്. എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്. ഇവിടെ ഈവനിങ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു സീനിയർ സിറ്റിസൺ ഹോമിൽ ഞങ്ങൾ റീസെൻ്റായിട്ട് വന്ന് സെറ്റിലായിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായ, പ്രകൃതിയോട് ചേർന്നിണങ്ങിയതും പൊല്യൂഷൻ ഇല്ലാത്തതും, പിന്നെ ഒരു സീനിയർ സിറ്റിസൺസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ബേസിക് കമ്മ്യൂണിറ്റീസും യാതൊരു നമ്മളൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഫുഡായാലും, നമ്മുടെ കെയറിങ് ആയാലും, ഹൗസ് കീപ്പിംഗ് ആയാലും, മെഡിക്കൽ ഫെസിലിറ്റീസ് ആയാലും, പിന്നെ മാനേജ്മെൻറ്റ് സപ്പോർട്ട്, എല്ലാത്തിനും നമ്മളോടൊരു അടുത്ത് വന്ന് ഈച്ച് ആൻഡ് എവരി വൺ അവരെല്ലാം അന്വേഷിച്ച് സമയത്ത് റെഡിയാണ്. ഞങ്ങൾ കുറേ ഇങ്ങനെ നോക്കിയിരുന്നു, ഏകദേശം ഒരു 10-25 സ്ഥലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നോക്കി. പക്ഷേ ഈ ആംബിയൻസും ഈ സർവീസും ഈ ഒരു ജിയോഗ്രഫിക്കലി പ്രകൃതിയോട് ഇത്രയും ചേർന്ന് സുന്ദരമായൊരു സ്ഥലം വേറെ ഒന്നും ഞങ്ങൾക്ക് കണ്ടില്ല. അത് കാരണം ഞങ്ങളിവിടെ സെറ്റിലാവാൻ തീരുമാനിച്ചു ലൈഫ് ടൈം. വളരെ നല്ലൊരു അഭിപ്രായവും ഈവനിങ് പാരഡൈസിലേക്ക് ഇനിയും കൂടുതൽ ഞങ്ങളുമായുള്ള ആൾക്കാർ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ വിശ്വനാഥൻ സാറിൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിശ്വനാഥൻ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഒരു ഈവനിങ് പാരഡൈസിലാണ് അവരുടെ ശിഷ്ടകാലം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പ്രോജക്റ്റിൽ വളരെയധികം ഒഫീഷ്യലായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം ജീവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിൽ ഈ ഒരു വണ്ടിയുണ്ട്, ഈ ഈക്കോ വണ്ടി. ഈ വണ്ടി എല്ലാ വീടുകളുടെയും മുന്നിൽ വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തായാലും, ആഫ്റ്റർനൂൺ ലഞ്ചിൻ്റെ സമയത്തായാലും, ഇനി നൈറ്റിൽ ഡിന്നറിൻ്റെ സമയത്തായാലും, എന്നിട്ട് നമ്മളെ ആ ഒരു കോമൺ റെഫക്ടറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നമുക്ക് ഭക്ഷണം തരും. ഞാൻ ഡോക്ടർ ഗായത്രി വിശ്വനാഥൻ, ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ തിരക്കിലാണ്, കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ പുറം രാജ്യങ്ങളിലായിരുന്നു ഞങ്ങൾ ഒരുപാട് കൊല്ലം. പിന്നെ അവിടെ നിന്ന് വന്ന് പാലക്കാട് താമസിച്ചു. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് സ്വസ്ഥമായൊരു ജീവിതം വേണം എന്ന് തോന്നലോടെയാണ് ഞങ്ങളിവിടെ വന്ന് നോക്കിയത്. പല സ്ഥലത്ത് നോക്കി, പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഭംഗിയാണ്. എന്തൊരു ഭംഗിയാണ് ഇവിടെ ചുറ്റും കാണാനായിട്ട്. അതുപോലെ തന്നെ ഒട്ടും പൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഇല്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കണു. അപ്പുറത്ത് ഭാരതപ്പുഴ ഒഴുകണു, അതിൻ്റെ അപ്പുറത്ത് കൂ വിളിച്ച് തീവണ്ടി പോകണു. എന്ത് രസമാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആദ്യം ഞങ്ങൾ 2-3 പ്രാവശ്യം ഇവിടെ വന്നൊരു ട്രയൽ പോലെ താമസിച്ചു. അപ്പോൾ വളരെ ഞങ്ങൾക്ക് ഇവിടുത്തെ സർവീസ് വളരെ ഇഷ്ടമായി. അതുപോലെ ഫുഡും വളരെ ക്വാളിറ്റി ഉള്ള ഫുഡാണ്. പുറത്തുനിന്നൊന്നും അല്ല ഇവർ മസാലാസൊക്കെ ഉണ്ടാക്കുന്ന, എല്ലാം ഇവർ ഇവിടെ തന്നെ പൊടിച്ചൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫുഡും നമുക്ക് വയർ അപ്സെറ്റോ അങ്ങനത്തെ അസിഡിറ്റി പ്രോബ്ലമോ ഒന്നുമില്ല. വളരെ നല്ല ഇതാണ്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വളരെ കോപ്പറേറ്റീവാണ്. നമുക്ക് എന്തെങ്കിലും നമ്മളെ ഒരു ഇത്തിരി നേരം ഭക്ഷണം കഴിക്കാൻ വൈകി, അല്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ വൈകി, അപ്പം അന്വേഷിച്ച് നമ്മുടെ കോട്ടേജിൽ വന്ന് എന്താ മാഡം വരാൻ വൈകിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ കെയറിങ് ആണ് ഇവർ. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽസ്, 3 ഹോസ്പിറ്റൽസ് ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അനൂപാണ്. അനൂപ് ശരിക്കും പറഞ്ഞാൽ ഒരു മകനെ പോലെയാണ് ഇവിടെ എല്ലാവർക്കും. അത്രയും ആ കുട്ടി രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അതുകൂടാണ്ട് രാത്രിയും വന്ന് ഇടയ്ക്ക് അന്വേഷിക്കും. എല്ലാ കോട്ടേജിലും പോയി എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോ, എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കൊരു ഫാമിലി പോലെയാണ് ഇവിടെ എല്ലാവരും. നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ ബ്രദേഴ്സ്, അങ്ങനെയൊക്കെയുള്ളൊരു ഒത്തൊരുമ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ തന്നെ ഇനി എൻ്റെ ജീവിതം അവസാനിക്കണം എന്നാണ് എൻ്റെയും എൻ്റെ ഹസ്ബൻഡായ വിശ്വത്തിൻ്റെയും ആഗ്രഹം.
നോക്കൂ, ഈവനിങ് പാരഡൈസിൽ അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിനുള്ള സ്റ്റാഫുകളുണ്ട്. അവർ എല്ലാ ദിവസവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യം വീട് ക്ലീൻ ചെയ്യുന്നു, തുണികൾ വാഷ് ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, റിക്രിയേഷൻ സ്ഥാപനങ്ങളുണ്ട്. കോമൺ ആയിട്ടാണ് ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ തന്നെ വറുത്ത് പൊടിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ, അതൊക്കെയാണ് ഈ ഒരു സീനിയർ സിറ്റിസണിനെ അവർ വിളമ്പുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള, സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവിടെ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഈവനിങ് പാരഡൈസിലേക്ക് ഇന്നും ആൾക്കാരെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നോക്കൂ, എന്ത് ശാന്തമായിട്ടാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റികളിലേക്ക് പോകാം. വളരെ വാസ്റ്റായിട്ടുള്ള, വളരെ വലിയ ഒരു റെഫക്ടറി തന്നെയാണ് ഈവനിങ് പാരഡൈസിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രോജക്റ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതെ, എത്ര ആൾക്കാർ വന്നാലും അവിടെ എല്ലാവരെയും കൊള്ളുന്ന തരത്തിലാണ് ആ ഒരു റെഫക്ടറി ഉള്ളത്. അതുപോലെ തന്നെ വാഷിംഗ് ഏരിയ ആയാലും ഇനി ടോയ്ലറ്റുകളായാലും അതിനുള്ള ഫെസിലിറ്റികളുണ്ട്. ഇത് റിക്രിയേഷൻ സ്ഥാപനമാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് ക്യാരംസ് കളിക്കാനും അതുപോലെ തന്നെ സൊറ പറഞ്ഞിരിക്കാനുമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി നമ്മൾ വരികയാണെങ്കിൽ ഇതിൽ മെഡിക്കൽ റൂമാണ്. ഈ മെഡിക്കൽ റൂമിൽ ഒരാളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ മെഡിസിൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ചുറ്റിനും 3 ഹോസ്പിറ്റൽസാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് ആ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ആവശ്യത്തിന് ചികിത്സകൾ ലഭിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇതാണ് ഈവനിങ് പാരഡൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ പുതിയ തലങ്ങളിലേക്ക് ഈവനിങ് പാരഡൈസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഫേസുകൾ അല്ലാണ്ട് തന്നെ അടുത്ത 2 ഫേസിലേക്ക് കൂടി ഈവനിങ് പാരഡൈസിൻ്റെ വർക്കുകൾ തുടങ്ങുകയാണ്. അവിടെയും ഒരുപാട് 1 BHK 2 BHK വില്ലകൾ ഇനിയും കൊടുക്കാനുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ബന്ധപ്പെടാം. കാരണം നമ്മുടെ പാരൻസ്, നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ശിഷ്ടകാലം, അവരുടെ ജീവിതത്തിലെ സായാഹ്നം വളരെ സന്തോഷകരമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈവനിങ് പാരഡൈസ്. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ലഭിച്ച ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ അവിടെ പോയി ഒരു ദിവസം താമസിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ മാതാപിതാക്കൾ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും പിന്നീട് നമുക്ക് ആ ഒരു ഭൂമി ബുക്ക് ചെയ്യുകയും ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. താങ്ക്